ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജിബിൻസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെള്ളിയാഴ്ച ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആട്ടോ. വെള്ളിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ കാരണം എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ ഒന്ന് നേരെ വൈകിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ രാവിലെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കില്ല കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് സമയം വൈകിട്ടാണ് എണീറ്റിട്ടുണ്ടായിന്. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കിയാണ്. അപ്പോൾ ദോശയും പട്ടാണിക്കടലിൻ്റെ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ വെള്ളം ഞാൻ ഉണ്ടല്ലോ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കുടിക്കണതായിട്ട്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തന്നൊരു വെള്ളമായിട്ട്, ഇഞ്ചിയും കറുവപ്പട്ടയും ഇട്ട വെള്ളം. പിന്നെ മോൾക്കിന്ന് സ്കൂളിലെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നേരത്തെ പോകണം കേട്ടോ, വെള്ളിയാഴ്ച. അപ്പം ഓളം പറഞ്ഞയച്ചു. പിന്നെ ഞങ്ങൾ എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ അന്ന് വെള്ളിയാഴ്ച എന്നെ കൊണ്ട് ഞങ്ങൾ ഫുഡൊന്നും വീട്ടിലുണ്ടാക്കണില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വണ്ടി കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വണ്ടി ഇങ്ങനെ ബാക്കിലേക്ക് വെച്ച് വണ്ടി കഴുകാനൊക്കെ ഒന്ന് റെഡി ആക്കി കേട്ടോ. അപ്പോൾ ഒന്ന് ഫുഡൊന്നും ഉണ്ടാക്കണില്ലാത്തതിനോണ്ട് തന്നെ കുറച്ചൊന്ന് ഫ്രീ ആട്ടോ ഈ സമയമൊക്കെ. കിച്ചണൊക്കെ ക്ലീൻ ആക്കുക, അതിനൊക്കെ ആ പണിയൊക്കെ ഉണ്ട്. എന്നാലും വണ്ടി ആകെ പൊടി പിടിച്ച് എടുക്കുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോന് ഞങ്ങൾ ഈ ശീലയും സർഫും വെള്ളമൊക്കെ കൊണ്ടുവന്നാൽ ഓന് കേൾക്കണം കേട്ടോ. ഓൻ എല്ലാവരോടും ശീലമൊക്കെ വാങ്ങി ഓനോട് കേൾക്കാൻ തുടക്കും. അങ്ങനെ ഓനിങ്ങനെ കേൾക്കണം. പിന്നെ ഞങ്ങൾ ഇവിടെ വെയിലായതിനെ കൊണ്ട് വേഗം കേക്ക് അകത്തൊക്കെ കേട്ടോ. ഓന് വെയിലത്ത് ഇങ്ങനെ നിൽക്കണതിനെ കൊണ്ട്. പിന്നെ കിച്ചണിൽ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓന് ഊഞ്ഞാലാട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആട്ടി കൊടുത്തതാണ്. അപ്പോൾ ആ കാണുന്നതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ദോശമാവിൻ്റെ പാത്രം നിലത്തേക്ക് വീണ് കേട്ടോ. കയ്യും പൊള്ളി, നിലത്താകെ ചിന്തിട്ടോ. പിന്നെ ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കാത്തതിനോണ്ട് തന്നെ എനിക്ക് ബിരിയാണി കൊണ്ടുവരാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാട്ടോ. സംഭവം ഞാൻ സാധാ ചോറും സാമ്പാർ കറിയൊക്കെ കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് കഴിക്കാൻ കൊതിയായിട്ട്. പക്ഷേ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ബീഫ് ബിരിയാണി കൊണ്ടുവന്നപ്പോൾ അടിപൊളി ബിരിയാണിനെയൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ AC റിപ്പയർ ചെയ്യാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ACക്ക് ഇങ്ങനെ ഫ്രീ റിപ്പയറിങ് ഇങ്ങനെ സർവീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വന്നതാണ്. പിന്നെ വൈകുന്നേരമായിട്ടോ. അപ്പം ഇന്ന് എൻ്റെ അമ്മച്ചി അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് സാധനം വാങ്ങാനും പിന്നെ റേഷൻ കടയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരങ്ങനെ പോയതാട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഉമ്മച്ചിയും ഉമ്മയും വന്ന്. അപ്പോൾ ഇവലെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ട് ഓല് വരുന്നത്. അപ്പം ഓല് വീട്ടിൽ കുറേ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഒരുമിച്ച് പറിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക, മോനും മോക്കും. അപ്പം കൊണ്ടുവന്നതാണ് കേട്ടോ. പഴുത്ത ചക്കയും പിന്നെ വെക്കാനുള്ള അരിഞ്ഞാണ്ട് പച്ചച്ചക്ക അരിഞ്ഞതും പിന്നെ അരിഞ്ഞിട്ട് കൂട്ടാൻ വെച്ച ചക്കയും അങ്ങനെ പലതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല ചക്ക കൂട്ടാനൊക്കെ. അപ്പം ഇത് പഴുത്ത ചക്ക കേട്ടോ. ഇത് ചക്ക കൂട്ടാൻ കുറേ ഇടിച്ചക്കയും പല ചക്കയാണ് കേട്ടോ. കാരണം പ്ലാവുമത്തെ ചക്കൊക്കെ ഒരുമിച്ച് ഇട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള കൊടുത്ത്. പിന്നെ ഞങ്ങൾ ഇവിടെ ആർക്കും ചക്കയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മൂത്തച്ചികൾക്കൊക്കെ കൊണ്ടുകൊടുക്കുക കേട്ടോ ചക്ക. ഞങ്ങൾക്കിവിടെ ആർക്കും ചക്കൊന്നുമില്ല. പിന്നെ ഒരു കുട്ടികളിങ്ങനെ ചക്ക കഴിക്കുകയാണെങ്കിൽ ഞാൻ ചക്ക കൂട്ടാൻ കഴിക്കട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ കൂട്ടാൻ ഐറ്റംസൊക്കെ. പിന്നെ രാത്രിയായി. പിന്നെ ഉമ്മച്ചി മോനക്ക് ചോറൊക്കെ കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇന്ന് രാത്രി ബ്രെഡും കടായും ആട്ടോ വിചാരിച്ചത് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ വൈകിട്ടാണ് കിച്ചണിൽ കയറിയത്. ഇപ്പോൾ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കയറിയത്. അപ്പോഴത്തേനും ഇക്ക വന്നിട്ടോ. ഇക്ക വരുന്നതിന് മുന്നേ ഞാൻ റെഡി ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇക്ക കളി കാണാൻ പോയതിനുണ്ട് വൈകുന്നേരം. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ഇക്ക വന്നിട്ടോ. അപ്പോൾ ഒന്നും എൻ്റെ ഫുഡ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം റെഡിയാക്കി കേട്ടോ. പിന്നെ ഉമ്മച്ചി ഓനെ ഈ തൊട്ടിലിങ്ങനെ ഊഞ്ഞാലയിൽ ഇങ്ങനെ ആട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഓനെ അത് നിർത്താൻ പറ്റില്ല കേട്ടോ. ആട്ടി കഴിഞ്ഞാൽ പിന്നെ അപ്പം എനിക്ക് സമയമില്ലാത്തതിനോട് ഉമ്മച്ചീനെ ഏൽപ്പിച്ചതാണ് ഞാൻ ആട്ടാൻ കേട്ടോ. പിന്നെ ഓരിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ഇക്കയും ഉമ്മച്ചിയും ഉമ്മമ്മയൊക്കെ. പിന്നെ ഞാൻ പെട്ടെന്ന് റെഡിയാക്കിട്ടോ. പിന്നെ ഞാൻ അവർക്ക് ഫുഡ് കൊടുത്തു. പിന്നെ ഞാൻ ഇത്ര സമയമായിട്ട് ഫുഡ് കഴിക്കില്ല കേട്ടോ. ഞാൻ വൈകുന്നേരം ആ ചക്കൊക്കെ കഴിച്ചതിനെ കൊണ്ട് പിന്നെ ഞാൻ രാത്രി ഒന്നും കഴിക്കില്ല. പിന്നെ കുറച്ച് സമയമായില്ല, 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ കഴിച്ചില്ല കേട്ടോ. പിന്നെ ഓലക്കൊക്കെ കൊടുത്തു. പിന്നെ ഉമ്മച്ചി കൂട്ടാൻ തന്നെ കഴിക്കണതെന്ന് പറഞ്ഞു, ചക്കൻ്റെ കൂട്ടാൻ. അപ്പം പിന്നെ മക്കൾക്കും ഉമ്മച്ചിയും ഉമ്മയും ഓലൊക്കെ എല്ലാവരും കഴിച്ചു.
ഇമ്മച്ചി ഇമ്മമ്മ വരുന്ന ദിവസം ഇവർക്ക് മക്കൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഇമ്മമ്മ പിന്നെ കുറേ ഒന്നും നിൽക്കില്ല. നാളെ രാവിലെ തന്നെ പിറ്റേന്ന് രാവിലെ തന്നെ ഇമ്മമ്മ പോകും കേട്ടോ. ഉമ്മച്ചി പിന്നെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം പിന്നെ ഞാൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകി അടുക്കള ക്ലീൻ ചെയ്ത് പിന്നെ ഞങ്ങൾ കിടന്നു കേട്ടോ. പിന്നെ ഈ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ ഞാൻ വീണ്ടും പറയുകയാണ്. ടാറ്റാ.